Hi friends, എല്ലാവർക്കും മിക്സ് ആൻഡ് ടേസ്റ്റ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ചിക്കൻ ടിക്കയാണ്. ഹോട്ടലുകളിൽ കിട്ടുന്ന ചിക്കൻ ടിക്ക നമുക്ക് വീട്ടിൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമ്മുടേതായ സ്റ്റൈലിൽ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു റെസിപ്പിയാണ്. എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്ത് ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് വെക്കുക. എങ്കിലേ ഞാൻ ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഇനി നമുക്ക് ചിക്കൻ ടിക്ക തയ്യാറാക്കുന്നതിനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നിങ്ങൾക്ക് ഇത് കാണാൻ കഴിയും. വളരെ ഈസിയാണ് ഇത് തയ്യാറാക്കാൻ. അതുപോലെ ഞാനിവിടെ 1 കിലോ ചിക്കൻ ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അത് മിക്സ് ചെയ്തെടുക്കുന്നതിന് അതിനനുസരിച്ചൊരു പാത്രത്തിലേക്ക് നമ്മൾ ഈ ബോൺലെസ് ചിക്കൻ മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 3 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 3 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ 4 ടീസ്പൂൺ നാരങ്ങ നീര് ഇതിവിടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം ഞാനിതിവിടെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 20 മിനിറ്റ് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണ്. 20 മിനിറ്റിന് ശേഷം വേറൊരു മിക്സിംഗ് ബൗളിലേക്ക് ഞാൻ 1.5 കപ്പ് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. യോഗട്ടാണ്, നല്ല അധികം പുളിയില്ലാത്തത്. ഇതിലേക്ക് 3 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 3 ടീസ്പൂൺ ഗരം മസാല, അതുപോലെ 1 ടീസ്പൂൺ കസൂരി മേത്തി പൊടിച്ചത്, റോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ള കടലമാവ് 1 ടേബിൾ സ്പൂൺ, നാരങ്ങ നീര്, ഹാഫ് നാരങ്ങ നീര്, അതുപോലെ ആവശ്യത്തിന് ഉപ്പ്, 2 ടീസ്പൂണോളം ഓയിലൂടെ ചേർത്തിട്ട് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ മിക്സിലേക്ക് നമ്മൾ 20 മിനിറ്റ് നേരം മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനോട് ആഡ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാനിതിവിടെ നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 വലിയ ഉള്ളി കട്ട് ചെയ്തത്, അതുപോലെ തന്നെ 1 ക്യാപ്സിക്കം നല്ല ക്യൂബായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് മിനിമം 1 അവർ ഇതൊന്ന് ഫ്രിഡ്ജിൽ വെക്കാം. മിനിമം 1 അവർ, മാക്സിമം എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് വെക്കാം കേട്ടോ. അത്രയും ടേസ്റ്റ് നമുക്ക് കിട്ടും. ഇപ്പം നമ്മളിത് 1 അവറിന് ശേഷം ഇനി ഞാനിത് ഒരു സ്ക്യൂവർ ഉപയോഗിച്ചിട്ട് അതിലിത് കോർത്തെടുത്തിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അതിന് ആദ്യം സവാള, പിന്നെ ക്യാപ്സിക്കം, പിന്നെ ചിക്കൻ വെച്ച് കൊടുക്കുക. 1-2 പീസ് ചിക്കൻ വെച്ചിട്ട് വീണ്ടും നമ്മൾ സവാള, അതുപോലെ തന്നെ ക്യാപ്സിക്കം ഇങ്ങനെ നന്നായി ഇതിൽ സ്ക്യൂവറിൽ കോർത്ത് കൊടുക്കാം. ഇപ്പോൾ ചിക്കൻ എല്ലാം തന്നെ നമ്മളിതിലിങ്ങനെ സ്ക്യൂവറിൽ കോർത്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നതിന് ഒരു തവ, ഞാനിവിടെ ദോശക്കല്ലാണ് എടുത്തിട്ടുള്ളത്. അതിൽ ഓയിലോ അതല്ലാന്നുണ്ടെങ്കിൽ ബട്ടറോ എന്താന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ബട്ടറാണ് എടുത്തിട്ടുള്ളത്. ബട്ടർ കയ്യിലുള്ളതുകൊണ്ട് ഞാൻ എടുത്തില്ലെങ്കിൽ സാധാരണ നമ്മുടെ കുക്കിംഗ് ഓയിലാണെങ്കിലും കുഴപ്പമില്ല. അത് അപ്ലൈ ചെയ്തിട്ട് നല്ലപോലെ ദോശക്കല്ല് ചൂടായി വരുമ്പോൾ നമ്മൾ ഈ സ്ക്യൂവറിൽ കോർത്തെടുത്തിട്ടുള്ള ചിക്കൻ വെച്ച് കൊടുക്കുക. ഒന്ന് വെച്ച് കൊടുത്തിട്ട് എല്ലാ സൈഡും നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം. എല്ലാ സൈഡിലൊക്കെ ഉള്ള എണ്ണയൊക്കെ ഒന്ന് അതിൻ്റെ ചിക്കൻ്റെ അടുത്തേക്ക് ആക്കി കൊടുക്കുക. ജസ്റ്റ് ഒന്ന് സ്ക്യൂവർ ഒന്ന് ഇളക്കി കൊടുക്കുക, അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് എല്ലാ സൈഡും നമ്മൾ കുക്ക് ചെയ്തെടുക്കണം. ഒരു 20 മിനിറ്റ് നമ്മളിത് ചെയ്യേണ്ടി വരും. ഓരോരോ സൈഡായിട്ട് ഇങ്ങനെ കുക്ക് ചെയ്തെടുക്കാൻ ഒരു 20 മിനിറ്റ് വേണം. ഒരുപാട് കരിഞ്ഞു പോവാതെ നമ്മളിങ്ങനെ മാറ്റി മാറ്റി ഇട്ട് കൊടുത്തിട്ട് ഓരോ സൈഡുകളായിട്ട് ഇങ്ങനെ കുക്ക് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ നമ്മുടെ ചിക്കൻ ടിക്ക ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ട് വേറൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം.
വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ടിക്കയാണ് നമ്മുടെ വീട്ടുകളിൽ നമുക്ക് നമ്മുടേതായ രീതിയിൽ തയ്യാറാക്കാവുന്നതാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ കമൻറ്റിലൂടെ അറിയിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് വേഗം തന്നെ വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.